അമ്മ യുറീക്ക വായിച്ചു തരാം കേട്ടോ. എം സ്വരാജ് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയക്കാരുണ്ട്. എം സ്വരാജ് പറഞ്ഞിട്ട് സ്വരാജ് നന്നായിട്ട് വായിക്കും, നന്നായിട്ട് പുസ്തകം വായിക്കും, അതേപോലെ നന്നായിട്ട് എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പ്രാവശ്യത്തെ യുറീക്കയിൽ സ്വരാജ് എഴുതിയിട്ടുണ്ട്. ഒരു ശരിക്കുണ്ടായ ഒരു ആളുടെ ഒരു സ്റ്റോറി എഴുതിയിട്ടുണ്ട്. എന്തേ ശരിക്കുണ്ടായ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. ഓക്കെ, വായിച്ചു തരാം. അതന്നെ. അപ്പോൾ അരുണശോഭയോടെ അരുണിമ, അതാണ് കേട്ടോ. ഓക്കെ. പൂർണ്ണ ആരോഗ്യത്തോടെ ഓടിച്ചാടി ഉല്ലസിച്ച് നടക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു ദിവസം അപകടത്തിൽപ്പെട്ട് നമ്മുടെ കയ്യോ കാലോ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് കൂട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചിന്തിക്കാനിരിക്കുന്നു. അപ്പോൾ ആരാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുക എന്നല്ലേ കൂട്ടുകാരുടെ മനസ്സിലിപ്പോൾ. എങ്കിലും വെറുതെ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പെട്ടെന്ന് മനസ്സിൽ ഇരുട്ട് കയറുന്നത് കാണാം. എന്തൊരു കഷ്ടമായിരിക്കും അല്ലേ? എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോകില്ലേ നമ്മൾ? പക്ഷേ നമുക്ക് ചുറ്റും എത്രയോ കൂട്ടുകാർ ഇത്തരം പ്രതിസന്ധികളെ നേരിടുന്നുണ്ട്. അപ്രതീക്ഷിതമായി കടന്നു വരുന്ന പ്രതിസന്ധികളെ നേരിടാൻ മാനസികമായ കരുത്ത് നേടുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാനാവുക. ഓക്കെ. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഒട്ടും പതറാതെ ധീരമായി പൊരുതി മുന്നേറിയ നിരവധി മനുഷ്യർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. അത്തരത്തിലൊരാളെ നമുക്കിന്ന് പരിചയപ്പെടാം. അരുണിമ സിൻഹ എന്ന ഒരു ചേച്ചിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആരാണ്? അരുണിമ സിൻഹ എന്ന ഒരു ചേച്ചിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ. ഉത്തർപ്രദേശിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച മിടുക്കിയായ വിദ്യാർത്ഥിയായിരുന്നു അരുണിമ. സ്കൂൾ കാലത്ത് തന്നെ കഴിവ് തെളിയിച്ച ഒരു കായിക താരം കൂടിയായിരുന്നു അവൾ. സൈക്ലിങ്ങും ഫുട്ബോളും ഇഷ്ടപ്പെട്ടിരുന്ന അരുണിമ പിന്നീട് വോളിബോളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച വോളിബോൾ താരങ്ങളിൽ ഒരാളായി അരുണിമ വേഗം വളർന്നു. ദേശീയ വോളിബോൾ ടീം അംഗം വരെയായി. അപ്പോഴാണ് നനച്ചിരിക്കാതെ ഒരു ദുരന്തം അരുണിമയുടെ ജീവിതം കീഴ്മേൽ മറിച്ചത്. ഒരിക്കൽ അരുണിമ സിൻഹ ലക്നൌവിൽ നിന്നും ഡൽഹിയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ഒരു കൂട്ടം കള്ളന്മാർ അരുണിമയുടെ ബാഗ് തട്ടിപ്പറിച്ചെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാല കൂടി പൊട്ടിച്ചെടുക്കാനായി അവരുടെ ശ്രമം. കായികതാരം കൂടിയായ അരുണിമ കള്ളന്മാരെ ധീരമായി നേരിട്ടു. ട്രെയിനിൽ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ കള്ളന്മാരെ പേടിച്ച് ഇതൊന്നും കണ്ട ഭാവം നടിച്ചില്ല. കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ. അരുണിമ ഒറ്റയ്ക്ക് കള്ളന്മാരോട് ഏറ്റുമുട്ടി. മൽപ്പിടുത്തത്തിനിടയിൽ അവർ അരുണിമയെ ട്രെയിനിൽ നിന്ന് തള്ളി താഴെയിട്ടു. ഓടുന്ന തീവണ്ടിയിൽ നിന്നും തെറിച്ചു വീണത് തൊട്ടടുത്തുള്ള ട്രാക്കിലായിരുന്നു. അതിലൂടെ അപ്പോൾ പാഞ്ഞു വന്ന മറ്റൊരു തീവണ്ടി അരുണിമയുടെ കാലിന്മേൽ കയറി ഇറങ്ങി. ഗുരുതരമായി പരിക്കേറ്റ അവൾ ബോധരഹിതയായി. മണിക്കൂറുകളോളം ചോരയിൽ കുളിച്ച് അവിടെ തന്നെ കിടന്നു. പിന്നീട് ആരൊക്കെയോ ചേർന്ന് അരുണിമയെ ആശുപത്രിയിൽ എത്തിച്ചു. ഒടുവിൽ തീവണ്ടി കയറി ഇറങ്ങിയ കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴിയില്ലെന്ന് ഡോക്ടർമാർ വിധിച്ചു. പാവം അരുണിമ ഇതൊന്നും അറിഞ്ഞില്ല. ബോധരഹിതയായി കിടക്കുകയാണല്ലോ. ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് അരുണിമയുടെ ഇടതുകാൽ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു നീക്കേണ്ടി വന്നു. ആശുപത്രി കിടക്കയിൽ വെച്ച് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ തനിക്ക് ഇനി ഒരിക്കലും പഴയതുപോലെ വോളിബോൾ കളിക്കാനാകില്ലെന്ന് ദുഃഖസത്യം അരുണിമ മനസ്സിലാക്കി. എല്ലാ സ്വപ്നങ്ങളും മാഞ്ഞ് പോകുന്ന അവസ്ഥ. പക്ഷേ മുന്നിൽ ഇരുട്ട് പരക്കുമ്പോൾ നിരാശയോടെ പൊട്ടിക്കരയുകയല്ല അരുണിമ ചെയ്തത്. തൻ്റെ ചുറ്റും നിൽക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദുഃഖഭരിതമായ മുഖം കണ്ട് നിരാശയാകാതെ അരുണിമ ഇങ്ങനെ പറഞ്ഞു: ഈ കാലുമായി ഞാൻ എവറസ്റ്റ് കീഴടക്കും. ആർക്കും വിശ്വസിക്കാനായില്ല. നല്ല ആരോഗ്യമുള്ളവർക്ക് പോലും എവറസ്റ്റ് കീഴടക്കുക എന്നത് ഒട്ടും എളുപ്പമല്ലെന്ന് ആർക്കാണ് അറിയാത്തത്? അപ്പോഴാണ് അരുണിമ, കാല് മുറിച്ചു മാറ്റപ്പെട്ട അരുണിമ ഇങ്ങനെ പറയുന്നത്. അവളുടെ മാനസിക നില തെറ്റിയോ എന്നുപോലും പലരും സംശയിച്ചു. ഭ്രാന്താണെന്ന് ചിലർ കളിയാക്കി. പക്ഷേ അപകടത്തിലൊന്നും തളർന്നു പോകാതെ
പോകാത്ത ഇച്ഛാശക്തിയുടെ പ്രഖ്യാപനമായിരുന്നു അത്. ഒരു ദുരന്തത്തിൻ്റെ മുന്നിൽ സങ്കടപ്പെട്ട് കണ്ണീരൊഴുക്കി ജീവിതം തള്ളി നീക്കാൻ അവൾ ഒരുക്കമായിരുന്നില്ല. ജീവിതം അവസാനിച്ചു എന്ന് തോന്നിയ നിമിഷത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി കീഴടക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച ഇച്ഛാശക്തിയെ അഭിനന്ദിക്കാതെ വയ്യ. ആശുപത്രി വിട്ട ഉടനെ അരുണിമ നേരെ പോയത് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയായ ബജേന്ദ്രി പാലിനെ കാണാനാണ്. അപ്പോൾ ആരാ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത? ബജേന്ദ്രി പാൽ. ഓക്കെ. അവർ അരുണിമ സിൻഹയെ പ്രോത്സാഹിപ്പിച്ചു. തുടർന്ന് കഠിനമായ പരിശീലനം ആരംഭിച്ചു. മുന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രം. അവൾ മറ്റൊന്നും ചിന്തിക്കാതെയായി. ജീവിതം കൈവിട്ടു പോയിട്ടില്ലെന്നും തനിക്ക് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുമെന്നും ലോകത്തെ ബോധ്യപ്പെടുത്തിയ ശേഷമേ വിശ്രമിക്കൂ എന്ന് അരുണിമ പ്രതിജ്ഞയെടുത്തു. പ്രാണവേദന സഹിച്ചുള്ള കഠിന പരിശീലനത്തിൻ്റെ നാളുകളായിരുന്നു അത്. പിന്നീട് അത് നൽകിയ ആത്മവിശ്വാസത്തോടെ പർവ്വതാരോഹണത്തിനായി അരുണിമ പുറപ്പെട്ടു. ഓക്കെ. ചുറ്റുമുള്ള ലോകം ശ്വാസം അടക്കിപ്പിടിച്ചു നിൽക്കവേ ഒടുവിൽ ആ ദിനം വന്നെത്തി. മരണത്തെ പലതവണ മുഖാമുഖം കാണേണ്ടി വന്ന ക്ലേശകരമായ പർവ്വതാരോഹണത്തിനൊടുവിൽ 2013 മെയ് 21 ഈ ഭൂമുഖത്തെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റിന് മുകളിൽ അരുണിമ കാലുകുത്തി. ആകാശം തൊടുന്ന മഞ്ഞുമലയുടെ അഗ്രത്തിൽ അവൾ ദേശീയ പതാക നാട്ടി. കാൽ മുറിച്ച് നീക്കിയിട്ട് അന്നേക്ക് 2 വർഷം കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. വൈപ്പുകാലുമായി എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയായി അരുണിമയുടെ പേര് ചരിത്രത്തിൽ കുറിക്കപ്പെട്ടു. എവറസ്റ്റ് ആരോഹണത്തിന് ശേഷവും അരുണിമ വിശ്രമിക്കാൻ തയ്യാറായില്ല. ലോകത്തിലെ എല്ലാ കൊടുമുടികളും കീഴടക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത അരുണിമ തൻ്റെ യാത്ര തുടർന്നു. ഭൂമിയിലെ അമ്പരചുംബികളായ മഹാപർവ്വതങ്ങളും ഉയരം കൂടിയ കൊടുമുടികളുമെല്ലാം ഇതിനകം അരുണിമ കീഴടക്കി കഴിഞ്ഞു. എവറസ്റ്റിന് പുറകെ കിളിമഞ്ചാരോ, ടാൻസാനിയ, ആഫ്രിക്കയിലെ ടാൻസാനിയയിലുള്ള മറ്റൊരു കൊടുമുടിയാണ് കിളിമഞ്ചാരോ. ഓക്കെ. എൽബ്രാസ് റഷ്യ, യൂറോപ്പിലുള്ളതാണ്. കോസ്യൂസ്കോ, ന്യൂ സൗത്ത് വെയിൽസ്, ഓസ്ട്രേലിയ. അക്കോൺകാഗ്വ, അർജൻറ്റീന, തെക്കേ അമേരിക്ക. മൗണ്ട് ഡെനാലി, അലാസ്ക, വടക്കേ അമേരിക്ക. മൗണ്ട് വിൻസൺ, അന്റാർട്ടിക്ക തുടങ്ങി 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളെല്ലാം അരുണിമയുടെ കാൽ കീഴിലമർന്നു. അവളുടെ കാൽക്കൽ ലോകം തലകുനിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അരുണിമ ഒരു ലോകാത്ഭുതമായി മാറി. 2015 രാജ്യം അരുണിമയെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ദുരന്തങ്ങളുടെ മുമ്പിൽ കണ്ണീരൊഴുക്കി ജീവിതം പാഴാക്കുകയല്ല വേണ്ടതെന്നും മനുഷ്യൻ്റെ ഇച്ഛാശക്തി പർവ്വതങ്ങളെപ്പോലും നിലമാറ്റുമെന്നും അരുണിമ നമുക്ക് കാണിച്ചു തന്നു. കൂട്ടുകാരെ, ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പല വെല്ലുവിളികളും ഉണ്ടായേക്കാം. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയാൽ, അപകടത്തിൽ ചെറിയൊരു മുറിവ് പറ്റിയാൽ, അങ്ങനെ കൊച്ചു കാര്യങ്ങളിൽ പോലും നമ്മളൊക്കെ എത്രമാത്രം വിഷമിക്കാറുണ്ട്, നിരാശരായി മാറാറുണ്ട്. പക്ഷേ ഒരു കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നപ്പോഴും കീഴടക്കാനുള്ള ഉയരങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച അരുണിമ സിൻഹ എത്ര വലിയ പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കും പ്രതിജ്ഞ എടുക്കാം. ഒരു വീഴ്ചയിലും അമർന്നു പോവില്ലെന്ന്, ഏതു വെല്ലുവിളികളെയും ധീരമായി നേരിടുമെന്ന്, ലക്ഷ്യം ഭേദിക്കുവാൻ യാതൊന്നും തടസ്സമല്ലെന്ന്. എന്താ മനസ്സിലായി? കരയാൻ പാടില്ല എന്നല്ല, അങ്ങനെയല്ല. എന്ത് സാഹചര്യം വന്നു കഴിഞ്ഞാലും നമ്മൾ അതിനെന്ത് ചെയ്യണം? നേരിടണം. കരയാൻ പാടില്ല എന്ന്, സങ്കടം വരാൻ പാടില്ല എന്നൊന്നുമല്ല. നായന് പേടിയാണ്, നമുക്ക് കല്ലെടുത്തെറിയണം. ഓക്കെ. എന്ത് വന്നാലും, എന്തൊരു ആഗ്രഹിച്ച കാര്യം നടക്കാതെ വന്നാലോ, കിട്ടാതെ വന്നാലോ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് സക്സസ് ആവാതിരുന്നാലോ ഒന്നും നമ്മൾ സങ്കടപ്പെട്ട് അത് ഇനി എന്താ ചെയ്യുക പറഞ്ഞ് ഇരിക്കരുത്. എന്ത് ചെയ്യണം? അതിനെ മറികടക്കാനുള്ള വഴികൾ എന്താ വെച്ചാൽ ആലോചിക്കണം. നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് അതന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥ. ഇതാരെഴുതിയതാന്ന് വെച്ച് കഴിഞ്ഞാൽ അരുണിമ സിൻഹ എന്ന് പറയുന്ന പെൺകുട്ടിയെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയണ ഒരു കാര്യം. നിങ്ങൾക്ക് വേണ്ടി എഴുതിയത് ആരാണ്? എം സ്വരാജ് എഴുതി. ആരെപ്പറ്റി? അരുണിമ സിൻഹ എന്നുള്ള പെൺകുട്ടിയെ പറ്റി. ഓക്കെ.